ഹായ്, ഞാൻ വിജയലക്ഷ്മി. വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ R4V ഗാർഡൻ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് സർവ്വസുഗന്ധിയെക്കുറിച്ചുള്ളതാണ്. സർവ്വസുഗന്ധി എന്ന് പറയുന്നത് ഒരു ഔഷധ സസ്യം കൂടിയാണ്. പേര് സൂചിപ്പിക്കും പോലെ ധാരാളം മണങ്ങൾ ഒരു ഇലയിൽ അടങ്ങിയിട്ടുള്ളതാണിത്. ഗ്രാമ്പൂ, ഏലം, കുരുമുളക്, പട്ട, തക്കോലം എന്നീ ഇലകളുടെ മണങ്ങളെല്ലാം ഒരു ഇലയിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. സർവ്വസുഗന്ധി എന്ന് പറയുന്നത് ഒരു വൃക്ഷമാണ്. നമുക്കിത് ചെറു കണ്ടെയ്നറിൽ നട്ടാൽ ചെറുതായിട്ടിരിക്കും, തറയിൽ നട്ടാൽ ഇത് വലിയ മരമാകുന്നതാണ്. ഇതിൻ്റെ ഇലകൾ പറിച്ചെടുത്തിട്ട് നമ്മൾ മണത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം സുഗന്ധദ്രവ്യങ്ങളുടെ മണം നമുക്ക് ഒരു ഇലയിൽ മണക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുതുസസ്യം ഉണ്ടാക്കിയെടുക്കുന്നത് വിത്ത് മുളച്ചിട്ടാണ്. കറിവേപ്പിലയുടെ കായ്കൾക്ക് സമാനമായിട്ടുള്ള കായ്കളാണ് ഇതിലും ഉണ്ടാകുന്നത്. ഇതിൻ്റെ കായ്കളെല്ലാം തന്നെ സുഗന്ധ തൈലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ധാരാളം സുഗന്ധദ്രവ്യങ്ങളുടെ മണം ഒരു ഇലയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് മസാല ചേർക്കേണ്ട കറികളിലൊക്കെ തന്നെ ഈ ഒരു ഇല ഇട്ടാൽ മാത്രം മതി. ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ ഈ ഇല ഇടാവുന്നതാണ്. കൂടാതെ മുട്ടക്കറി, ഉള്ളിക്കറി, കറി മസാല ചേർക്കേണ്ട എല്ലാ കറിക്കൂട്ടുകളിലും നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ തന്നെ നമ്മൾ മാംസാഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിലെല്ലാം തന്നെ രുചി കൂടാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലകളൊക്കെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിതിൻ്റെ വൃക്ഷത്തൈകൾ ചെടികൾ വെക്കുന്ന നഴ്സറിയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ ചെറിയ ഒരു വൃക്ഷത്തൈ വാങ്ങി ഇങ്ങനെ കണ്ടെയ്നറിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇലകൾ നമുക്ക് പറിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ വീട്ടിൽ കറി മസാല ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ചെടികളുടെ ഇലകൾ പറിച്ചെടുത്ത് അതിൽ ചേർക്കാവുന്നതാണ്. കൂടാതെ ഗ്യാസ് ട്രബിളിൻ്റെ അസുഖമുള്ളവർക്ക് ഇതിൻ്റെ ഇലകൾ നമുക്ക് ഇട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറിക്കിട്ടുന്നതാണ്. പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ഒരു മസാലക്കൂട്ടാണ് ഈ സർവ്വസുഗന്ധി എന്ന് പറയുന്നത്. എല്ലാ സുഗന്ധദ്രവ്യങ്ങളുടെ മണം ഒരു ഇലയിൽ അടങ്ങിയിരിക്കുന്നു എന്നത് വളരെ കൗതുകമുണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കൃഷി സ്നേഹിക്കുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഇതിൻ്റെ ഒരു ചെറിയ വൃക്ഷത്തൈയെങ്കിലും വാങ്ങി ഒരു ചെറിയ കണ്ടെയ്നറിൽ നടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലത്തേക്ക് ആവശ്യത്തിനുള്ള ഇലകളൊക്കെ തന്നെ കിട്ടുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക്